നമസ്കാരം, എല്ലാവർക്കും SK അസ്ട്രോ ലൈഫിലേക്ക് സ്വാഗതം. കുംഭം രാശിക്കാരാണോ നിങ്ങൾ എങ്കിൽ 2026 ഈ വക്രശനി കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. കാരണം ശനി 2ാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോഴും അതിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി ലഭിക്കുന്ന സാഹചര്യം കുംഭം രാശിക്കാർക്ക് ചില വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് കാരണമാകാം. പ്രത്യേകിച്ച് സാമ്പത്തികമായ നേട്ടം, പഴയ ബാധ്യതകൾ കുറയ്ക്കുക, ജോലിയിൽ അംഗീകാരം, കുടുംബത്തിൽ സ്ഥിരത, പുതിയ വരുമാന മാർഗങ്ങൾ, ഇതിൽ ചിലത് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ശനി ആദ്യം നിങ്ങളെ പരീക്ഷിച്ചേക്കാം, പിന്നീട് അതിൻ്റെ ഫലം നൽകും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനത്തോളം കാണുക. കാരണം അവസാനമായി പറയുന്ന ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഈ ശനിക്കാലത്തിൻ്റെ നല്ല ഫലങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിയും. ഒന്നാമത്തെ വലിയ നേട്ടം സാമ്പത്തിക സ്ഥിരത. കുംഭം രാശിക്കാർക്ക് 2ാം ഭാവം ധനം, സമ്പാദ്യം, കുടുംബം, സംസാര ശൈലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ശനിയുടെ സ്വാധീനം വരുമ്പോൾ പണം വരുന്നതിൽ മാത്രം ശ്രദ്ധിക്കാതെ പണം എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്ന ചിന്തയും വർദ്ധിക്കും. അതുകൊണ്ട് മുൻപ് അനാവശ്യമായി പണം ചെലവഴിച്ചിരുന്നവർക്ക് ഈ സമയത്ത് സാമ്പത്തിക നിയന്ത്രണം ഉണ്ടാകാം. വരുമാനം പതുക്കെ വർദ്ധിക്കുകയും അതോടൊപ്പം സേവിങ്സ് ഉണ്ടാക്കാനും സാധിച്ചേക്കാം. രണ്ടാമത്തെ നേട്ടം പഴയ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം. കുംഭം രാശിക്കാരിൽ ചിലർക്ക് കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകൾ, കടങ്ങൾ, കുടിശ്ശികകൾ എന്നിവ കുറയ്ക്കാനുള്ള അവസരം ലഭിച്ചേക്കാം. പഴയതായി കിട്ടാനുള്ള പണം തിരികെ ലഭിക്കുക, നിർത്തിവച്ച സാമ്പത്തിക കാര്യങ്ങൾ വീണ്ടും മുന്നോട്ടു പോകുക തുടങ്ങിയ അനുഭവങ്ങളും ഉണ്ടാകാം. ശനി ഉത്തരവാദിത്തം പഠിപ്പിക്കുമ്പോൾ ഗുരു ശരിയായ വഴി കാണിക്കാൻ സഹായിക്കുന്നു. അതിനാൽ പണം കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ വിവേകം കാണിക്കണം. മൂന്നാമത്തെ നേട്ടം ജോലി ചെയ്യുന്നവർക്ക് ഉയർച്ച. ഈ സമയത്ത് നിങ്ങളുടെ മേൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നേക്കാം. ആദ്യം അത് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. പക്ഷേ അതേ ഉത്തരവാദിത്തങ്ങൾ പിന്നീട് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമായി മാറാം. നിങ്ങളുടെ കഠിനാധ്വാനം മേലുദ്യോഗസ്ഥർ ശ്രദ്ധിക്കാനും അംഗീകാരം ലഭിക്കാനും സാധ്യതയുണ്ട്. ചിലർക്ക് സ്ഥാനക്കയറ്റം, ശമ്പള വർധന, പുതിയ ചുമതല, ജോലി മാറാനുള്ള അവസരം എന്നിവയ്ക്കുള്ള സാധ്യതയും കാണാം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ശനി പെട്ടെന്ന് ഫലം തരുന്ന ഗ്രഹമല്ല. നിങ്ങൾ തുടർച്ചയായി ചെയ്യുന്ന പരിശ്രമത്തിന് അനുയോജ്യമായ സമയത്ത് ഫലം ലഭിക്കാം. നാലാമത്തെ നേട്ടം ബിസിനസ്സിൽ വളർച്ച. ബിസിനസ് ചെയ്യുന്ന കുംഭം രാശിക്കാർക്ക് ഈ സമയം പ്രധാനമാണ്. പുതിയ അവസരങ്ങൾ വരാം. പഴയ കസ്റ്റമേഴ്സിൽ നിന്നും വീണ്ടും ബിസിനസ് ലഭിക്കാം. വരുമാനം പതുക്കെ ഉയരാം. എന്നാൽ ഇവിടെ ഒരു മുന്നറിയിപ്പുണ്ട്. വലിയ റിസ്കുകളുള്ള നിക്ഷേപങ്ങളിൽ പെട്ടെന്ന് ചാടരുത്. കരാർ, രേഖകൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ വളരെ ശ്രദ്ധയോടെ ചെയ്യണം. ശനിയുടെ കാലത്ത് ചെറിയ തെറ്റുകൾ പോലും പിന്നീട് വലിയ ഉത്തരവാദിത്തമായി മാറാം. അഞ്ചാമത്തെ നേട്ടം കുടുംബവും സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 2ാം ഭാവം കുടുംബത്തെയും സൂചിപ്പിക്കുന്നതിനാൽ കുടുംബജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകാം. വീട്, ഭൂമി, സ്വത്ത്, കുടുംബസ്വത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ ചിലർക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരാം. ചില കാര്യങ്ങളിൽ വൈകിപ്പോകലുകൾ ഉണ്ടായേക്കാം. പക്ഷേ വൈകുന്നു എന്നത് പരാജയമല്ല. ശനി കാര്യങ്ങൾ വൈകിപ്പിച്ചാലും ശരിയായ രീതിയിൽ ചെയ്ത കാര്യങ്ങൾക്ക് സ്ഥിരത നൽകാൻ കഴിയും. അതുകൊണ്ട് രേഖകളും നിയമപരമായ കാര്യങ്ങളും പരിശോധിച്ചു മാത്രം തീരുമാനം എടുക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗുരുദൃഷ്ടി. ഗുരു അനുഗ്രഹത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വളർച്ചയുടെയും ഗ്രഹമാണ്. അതിനാൽ ശനി നൽകുന്ന ഉത്തരവാദിത്തങ്ങളോടൊപ്പം ഗുരുവിൻ്റെ പിന്തുണ ലഭിക്കുമ്പോൾ തെറ്റുകളിൽ നിന്ന് പഠിക്കാനും ശരിയായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാനും പുതിയ അവസരങ്ങൾ തിരിച്ചറിയാനും കഴിയും. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. കുംഭം രാശിക്കാർ ഈ സമയത്ത് വാക്കുകൾ ശ്രദ്ധിക്കണം. 2ാം ഭാവത്തിലെ ശനിയുടെ സ്വാധീനം കാരണം സംസാരത്തിൽ ചിലപ്പോൾ കടുപ്പം വരാം. നിങ്ങൾ സാധാരണയായി പറയുന്ന ഒരു കാര്യം പോലും മറ്റുള്ളവർ തെറ്റായി മനസ്സിലാക്കാം. പ്രത്യേകിച്ച് കുടുംബം, ജോലി, ബിസിനസ് എന്നീ മേഖലകളിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ അടിത്തറ ശക്തമാക്കുക. പണം വന്നാൽ മുഴുവൻ ചെലവാക്കാതെ കുറച്ചു മാറ്റിവെക്കുക. കടമുണ്ടെങ്കിൽ പതുക്കെ തീർക്കുക. ജോലിയിൽ ബുദ്ധിമുട്ട് വന്നാൽ ഉപേക്ഷിക്കാതെ തുടരുക. ബിസിനസ്സിൽ പെട്ടെന്ന് വലിയ റിസ്ക് എടുക്കാതെ സ്ഥിരതയോടെ മുന്നോട്ടു പോകുക. കുടുംബത്തിൽ സംസാരിക്കുമ്പോൾ ക്ഷമ പാലിക്കുക.
വക്രശനിയെ ഭയപ്പെടേണ്ടതില്ല. ശനിയുടെ പാഠങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോകുക. ഗുരുവിൻ്റെ അനുഗ്രഹം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ 2026 ഈ കാലഘട്ടം നിങ്ങൾക്ക് വെറും പരീക്ഷണ കാലമല്ല, ജീവിതത്തിൽ കൂടുതൽ സ്ഥിരതയും സാമ്പത്തിക സുരക്ഷയും നേടാനുള്ള ഒരു അവസരമായി മാറാം. ഇത് പൊതുവായ ഫലങ്ങളാണ്. വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹസ്ഥാനങ്ങൾ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.